ഇഫ് there is a will, there is a way. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം. ഹലോ, ഞാൻ സഫി ടീച്ചർ, ഫോർമർ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയേർഡ്. എൻ്റെ ജീവിതാനുഭവങ്ങളും ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഏതാനും വീഡിയോകൾ ഞാൻ ഇതിനകം തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അധികം വ്യൂസ് ഒന്നുമില്ല കേട്ടോ, എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. വീഡിയോ കുറച്ചുകൂടി നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അനുഭവങ്ങൾ ഞാൻ ഒരു സുപ്രഭാതത്തിൽ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പാളോ ഡെപ്യൂട്ടി ഡയറക്ടർ കോളേജിയറ്റ് എഡ്യൂക്കേഷനോ ആയതല്ല. കടന്നു വന്ന വഴികളിൽ ധാരാളം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ നിറഞ്ഞ സമ്മിശ്രമായ ഒരു അനുഭവമായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ എൻഡിൽ എനിക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നെല്ലിക്ക പോലെ. നെല്ലിക്ക നമുക്ക് ആദ്യം കയ്പും ചവർപ്പും പുളിപ്പും ഒക്കെ ആയിരിക്കും, പക്ഷെ പിന്നീട് അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെയായിരുന്നു എൻ്റെ കരിയറും. ഒരു ദിവസം രാവിലെ ഞാൻ ടീച്ചറാവുകയോ പ്രിൻസിപ്പൾ ആവുകയോ ഡെപ്യൂട്ടി ഡയറക്ടർ ആവുകയോ ഒന്നും ആയിരുന്നില്ല. ഇതിന്റെ പിറകിൽ നിരന്തരമായ ആത്മാർത്ഥമായ പരിശ്രമമുണ്ട്. എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു എനിക്ക് കോളേജിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഞാൻ HOD ആവുമെന്നോ, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറാകുമെന്നോ ഇങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഓരോന്നും എൻ്റെ മുൻപിൽ വാതായനങ്ങൾ തുറക്കുകയായിരുന്നു. അവിടെ എല്ലാം എൻ്റെ കഠിനമായ പരിശ്രമമുണ്ട്, ആത്മാർത്ഥമായ പരിശ്രമം. അതായത് ഞാൻ ഒരു അലസതയും കൂടാതെ, യാതൊരു മടിയും കൂടാതെ എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ഏത് കാര്യത്തിലാണോ ഞാൻ മുഴുകിയിട്ടുള്ളത് ആ കാര്യത്തിന്റെ പാരമ്യത്തിലെത്തുന്നത് വരെ ഞാൻ അതിൽ വർക്ക് ചെയ്യും. അത് വിജയിക്കുന്നത് വരെ എത്ര ട്രബിൾ ആയാലും എത്ര ബുദ്ധിമുട്ടായാലും എന്തൊക്കെ അനാരോഗ്യം എന്നെ അലട്ടിയാലും ശരി, ഞാനത് വിജയിക്കുന്നത് വരെ, അതായത് അതിന്റെ ഫൈനൽ സ്റ്റേജ് വരെ ഞാൻ അതിനോടൊപ്പം ഉണ്ടാകും. ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അപ്പൊ ഒരുപാട് പേരും എന്നെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തരികയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സഫി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ശരിയാവില്ല, തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല, വെറുതെയാണ് ഈ സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എന്നെ ആരും തടസ്സപ്പെടുത്താതിരുന്നാൽ ഞാനത് വളരെ ഭംഗിയായിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഡ്രൈവിംഗ്. എനിക്ക് ഒരിക്കൽ പോലും വിശ്വാസമില്ലായിരുന്നു ഞാൻ കാർ ഡ്രൈവിംഗ് പഠിക്കുമെന്നോ കാർ ഓടിക്കുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിനങ്ങ് ഇറങ്ങി തിരിച്ചപ്പോൾ അതങ്ങ് നടന്നു. അതില് ഒരു LKG ക്ലാസ്സിൽ നിന്ന് ഒരു PG ക്ലാസ്സിൽ പോകുന്നത് പോലെ, LKG ക്ലാസ്സിൽ നിന്ന് PGയിലേക്ക് പ്രൊമോഷൻ കിട്ടിയതുപോലെ ഞാനത് പഠിച്ചെടുത്തു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പരീക്ഷ എഴുതിയാൽ 100 മാർക്കിൽ 40 കിട്ടിയാൽ നമ്മൾ പാസ്സാകും. എനിക്ക് ആ 40 മതി. പക്ഷെ ഞാൻ പരിശ്രമിക്കും. അല്ല, തോറ്റുപോകും, ശരിയാവില്ല, എനിക്ക് വയ്യ, ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഇനി എത്ര പ്രതിബന്ധമായാലും എത്ര കഠിനമായ പ്രശ്നമാണെങ്കിലും ശരി, അത് ഞാൻ അതിനെ കൈവയ്ക്കും. അതിൽ ഞാൻ പരിശ്രമിച്ചു നോക്കും, വിജയിക്കുമോ നോക്കും. വിജയിക്കുന്നത് വരെ എന്ത് പ്രശ്നങ്ങളോ അതിന് ധനനഷ്ടമോ മാനനഷ്ടമോ എന്ത് വന്നാലും ശരി, ഞാൻ അതില് ആത്മാർത്ഥമായിട്ട് ഞാൻ അതിനങ്ങ് പരിശ്രമിക്കുമായിരുന്നു. അതായത് എനിക്കൊരു പ്രത്യേക ഇച്ഛാശക്തി ഞാനങ്ങ് കരുതും. എനിക്കത് നേടിയെടുക്കണം. ആ ഒരു 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 എൻ്റെ ഒരു അഭിവാഞ്ച, ഒരു പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡ് ആവാൻ കഴിഞ്ഞു. വയ്യാന്ന് പറഞ്ഞ് നമ്മൾ പിറകോട്ടെടുത്താൽ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ, എൻ്റെ
HODഷിപ്പ്, എൻ്റെ പ്രൊഫസർഷിപ്പ്, എൻ്റെ റിസർച്ച്, എൻ്റെ പുസ്തകങ്ങൾ എഴുതിയത്. ഞാൻ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ. അതുപോലെ ഡ്രൈവിങ്, പ്രിൻസിപ്പൽഷിപ്പ്, ലീഡർഷിപ്പ്, ഇതെല്ലാം തന്നെ ഇതിനോരോന്നിനും അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും ഞാൻ കൈവച്ചു. ഒരു പരിധിവരെ ഞാനൊരു 40% വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 80% വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനും കഴിയും. എനിക്ക് പഠിക്കുന്ന കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വളരെ കൂടുതലായിരുന്നു. ക്യാഷിന്റെ കൃഷി കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മുമ്പോട്ട് പഠിക്കാൻ പലപ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ ഒരിടം വിറ്റൊക്കെ എനിക്ക് പൈസ തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയും നന്നായിട്ട് പഠിച്ചു. എവിടെങ്കിലും എത്തണമെന്നുള്ള പ്രതീക്ഷയോടെ ടെസ്റ്റുകളൊക്കെ എഴുതി അവസാനം കോളേജിൽ കിട്ടി. കോളേജ് അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. വീണ്ടും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കിട്ടുമ്പോഴും അവിടുത്തെ മെറിറ്റും അവിടുത്തെ റാങ്കും അവിടുത്തെ സ്റ്റാൻഡേർഡും ഓർക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതും എനിക്ക് മറികടക്കാൻ കഴിഞ്ഞു. അവിടെയും ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തു, ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു. അവർക്കൊപ്പം ഒരാളായിട്ട് കൂടി എല്ലാ വിദ്യാർത്ഥികളെയും ഒരേപോലെ കണ്ട് എനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ 40% ഒരു സക്സസ് ആയ അധ്യാപിക ആവണമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 80%-ലധികം സക്സസ് ആയ ഒരു അധ്യാപികയാകാൻ കഴിഞ്ഞു. അവിടെ എന്റെ കഠിനാധ്വാനമാണ് എന്നെ അതിന് കൊണ്ടെത്തിച്ചത്. എന്റെ ഇച്ഛാശക്തിയാണ് ആ വിജയത്തിലേക്ക് എന്നെ എത്തിച്ചത്. അതുപോലെ തുടർന്ന് വരുന്ന ഓരോ പ്രൊമോഷനും അതിനാവശ്യമായ പോയിന്റ്സ് നമ്മൾ സ്കോർ ചെയ്യണം. അതിന് സീനിയോറിറ്റി ഉണ്ട്. എങ്കിലും ഇതെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ അതിന്റെ കോഴ്സിന് പഠിക്കാൻ പോകുന്നതാണെങ്കിലും അതിന്റെ പേപ്പർ വർക്കുകളാണെങ്കിലും എല്ലാം യഥാസമയം കൃത്യമായിട്ട് മുന്നിട്ട് നിന്ന് ചെയ്തെടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ അവിടെയൊക്കെ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ HODഷിപ്പ് എന്ന് പറയുന്നത് വേണ്ടെങ്കിൽ നമുക്ക് റിലിമിഷ് ചെയ്യാം. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അന്നൊക്കെ അവിടെ HOD ആയിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയവുമായിരുന്നു, ഭയങ്കര പ്രഷറുമായിരുന്നു. പക്ഷെ ഞാൻ അത് എടുത്തു. നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. നല്ല സക്സസ് ആയിരുന്നു, നല്ല കോപ്പറേഷൻ ആയിരുന്നു, നന്നായിട്ട് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെയും ഞാൻ കഠിനമായിട്ട് പരിശ്രമിച്ചു. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ പ്രൊമോഷന് അവിടെ നമുക്ക് PhD ഡോക്ടറേറ്റ് കമ്പൽസറി ആയിരുന്നു. ഒപ്പം മറ്റ് സ്കോറുകളും വേണം. അപ്പൊ ഇതെല്ലാം ഗ്രാജുവലായിട്ട് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യ സമയങ്ങളിൽ ഓരോ കോഴ്സുകളും പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് റെഡിയായിട്ടുണ്ടായിരുന്നു. PhD എടുത്തു. അതോടെ ഞാൻ പ്രിൻസിപ്പൽഷിപ്പിന് ക്വാളിഫൈഡ് ആയി. പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടി. 2 ജൂനിയർ കോളേജും ഒരു സ്പെഷ്യൽ ഗ്രേഡ് കോളേജിലും പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ പറ്റി. സ്പെഷ്യൽ ഗ്രേഡ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ 100,000 പ്രശ്നങ്ങളുള്ള കോളേജായിരുന്നു അത്. 100,000 പ്രശ്നങ്ങളാണ്. പക്ഷെ എന്റെ ഒരു മാനസികാവസ്ഥയും എന്റെ ഒരു കാഴ്ചപ്പാടിലും അവിടെ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിന്റെ പിറകിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഫർ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെല്ലാം ഞാൻ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ പ്രവൃത്തിയിൽ എനിക്ക് വിജയിക്കണം. അവിടെയും വിജയിച്ചു എന്ന് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ ഫീഡ്ബാക്കുകൾ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ആ ടീച്ചർ നന്നായിട്ട് കോളേജ് നോക്കി, നല്ല അഭിപ്രായമായി എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആവുമ്പോൾ നമുക്ക് പ്രൈവറ്റ് കോളേജസിന്റെ എയ്ഡഡ് കോളേജസിന്റെ ചാർജാണ്. ഈ 2 ജില്ല നോക്കാൻ പറ്റി. അതായത് തൃശ്ശൂർ, പിന്നെ തൃശ്ശൂറും വേറൊരു മലപ്പുറം, അതുപോലെ അതൊരു ജില്ല കൂടെ എനിക്ക് നോക്കാൻ പറ്റി. അങ്ങനെ അവിടെയും
ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, കഠിനമായിട്ട് വർക്ക് ചെയ്തു, വിജയിപ്പിച്ചെടുത്തു. ഞാൻ ഈ വിജയിപ്പിച്ച കഥ പറയുന്നതിന്റെ ഉദ്ദേശം, നമുക്ക് മുൻപിൽ നിറയെ പ്രോബ്ലങ്ങളാണ്, അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ലാത്തതല്ല, നമ്മൾ കണ്ടെത്തുന്നതിലുള്ള വ്യത്യാസമാണ്. സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തണം, അതിനുള്ള മാർഗമെന്ത്, അവിടെ നമുക്ക് നല്ല സ്കില്ല് വേണം ആ സൊല്യൂഷൻ കണ്ടെത്താൻ. ഒരുപക്ഷെ ഞാൻ മാത്തമാറ്റിക്സ് എന്റെ 60 വെച്ച കാലം മുതൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നതുകൊണ്ടായിരിക്കാം നിറയെ പ്രോബ്ലങ്ങളായിരുന്നു. ആ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യലായിരുന്നു ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡന്റിന്റെ കടമ. അങ്ങനെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നതിനും ഉള്ള ആ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്ന് കിട്ടിയ അനുഭവമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ പാഠമോ, അല്ലെങ്കിൽ അതിലെനിക്ക് കിട്ടിയ ട്രെയിനിങ്ങോ എന്തോ, ഈ പ്രോബ്ലം എല്ലാം, അതായത് എന്റെ കരിയറിലെയും ജീവിതത്തിലെയും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ അതൊരു ഉത്തേജകമായിരുന്നു. അതായത് എന്റെ മാത്സ് പഠിത്തം. അതായത് മാത്സ് പഠിത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാർഡ് വർക്കാണ്. എഴുതുക, എഴുതി പഠിക്കുക, കണ്ടു പഠിക്കുക, കാണാതെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, മനനം ചെയ്യുക. അങ്ങനെ മാത്തമാറ്റിക്സ് പഠിത്തം, അതായത് കഠിനമായ പഠിത്തം, തപസ്യയോടുകൂടിയുള്ള പഠിത്തം, ആത്മാർത്ഥമായ ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ കരിയറിലെ അനുഭവങ്ങളും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ 100 മാർക്കിന് പരീക്ഷ എഴുതിയാൽ 40 കിട്ടിയാലും നമ്മൾ വിജയിക്കും. ആ ക്ലാസ്സിൽ നമ്മൾ പാസ്സാകും, അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. പക്ഷെ നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചാൽ, ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ, വേണമെന്നും പറഞ്ഞ് വർക്ക് ചെയ്താൽ, ഇച്ഛാശക്തിയോടെ വർക്ക് ചെയ്താൽ, ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്താൽ, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഒരു സക്സസ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ കഴിയും. എന്റെ ജീവിതാനുഭവങ്ങളും കരിയർ അനുഭവങ്ങളും അതാണ് എന്നെ പഠിപ്പിച്ചത്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ, അഭിപ്രായങ്ങൾ, എന്റെ അനുഭവങ്ങൾ കേൾക്കുന്നതിനായി ഈ ചാനൽ, സഫി ടീച്ചർ ഓൺലൈൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.